ടൈസൺ ഒഫീഷ്യൽ മലയാളം വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇതിലെ എക്സ്പോ സെന്ററിലേക്ക് വന്നതാണ്. ഇവിടെ ഒരു അഡ്വഞ്ചറസ് ആൻഡ് ക്യാമ്പിംഗ് എക്സിബിഷൻ നടക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ കുറേ ക്യാമ്പിങ്ങിന് പറ്റിയ കുറേ ഐറ്റംസും പിന്നെ അതുപോലെ തന്നെ ഓഫ് റോഡിന് പറ്റിയ അക്സസറീസും എല്ലാനുമാണ് ഇവിടെ എക്സിബിഷൻ ഉള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇനി UAE നിയമവശങ്ങളെ കുറിച്ച് പറയാം. അതിനു മുന്നേ നമ്മുടെ കേരളത്തിലെ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് അലൗഡ് അല്ലാത്ത കാര്യം. മറ്റു സംസ്ഥാനങ്ങളിൽ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻ അലൗഡാണ്. അതുപോലെ തന്നെ ഇവിടെ ഷാർജയിൽ UAE ഷാർജയിൽ മോഡിഫിക്കേഷൻ അലൗഡ് അല്ല. അതായത് നമ്മൾ ഈ കാണുന്ന ഒരു ജിമിനിയാണ്. ജിമിനിയുടെ ഈ ഫ്രണ്ട് ബമ്പർ ഉള്ളത് മെറ്റലാണ്. ഷാർജയിൽ മെറ്റൽ ബമ്പറൊന്നും അലൗഡ് ആയിട്ടുള്ള കാര്യമല്ല. ഫൈബർ ബമ്പറുകൾ അലൗഡാണ്. മോഡിഫിക്കേഷന് വേണ്ടിയിട്ട് ഫൈബർ ബമ്പറുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത് ഷാർജയിൽ അലൗഡാണ്. നമ്മൾ ദുബായി പോവുകയാണെങ്കിൽ ഈ മെറ്റൽ ബമ്പർ അലൗഡാണ്. അവിടുത്തെ നിയമം അനുസരിച്ച് മെറ്റൽ ബമ്പർ മോഡിഫിക്കേഷനൊക്കെ അലൗഡാണ്. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, നമ്മൾ ഫ്രണ്ടിൽ ഇതുപോലെ ഒരു സേഫ്റ്റി ബുഷസ് വയ്ക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ ഓഫ് റോഡിന് വേണ്ടിയിട്ട് ഈ ലൈറ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ലൈറ്റുകൾ ഷാർജയിൽ എക്സ്ട്രാ ലൈറ്റൊന്നും അലൗഡല്ല. പിന്നെ ദുബായിൽ ലൈറ്റ് അലൗഡാണ്. പക്ഷേ ദുബായിലെ നിയമങ്ങൾക്ക് കുറച്ച് കുറച്ച് സേഫ്റ്റി മോഡിഫിക്കേഷൻ അലൗഡ് ആണെങ്കിലും നമ്മൾ എക്സ്ട്രാ ലൈറ്റ് നമ്മൾ ഇതുപോലെ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് ഒരു ബ്ലാക്ക് കവറിട്ട് അത് മൂടണം. മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ നമ്മൾ ഓഫ് റോഡിന് പോകുമ്പോൾ മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലൈറ്റുകൾ ഫിക്സ് ചെയ്തത്. നോർമൽ റോഡിൽ പോകുമ്പോൾ ഇത് ഒരു ബ്ലാക്ക് തുണി കൊണ്ട് കെട്ടി അത് കവർ ചെയ്ത് വെക്കണം. പൊതുവെ പറയുക UAE മോഡിഫിക്കേഷൻ അലൗഡാണ്. ചെറിയ ചെറിയ മോഡിഫിക്കേഷൻ അലൗഡാണ്. ഇപ്പോൾ ഷാർജയിലാണെങ്കിലും ദുബായിലാണെങ്കിലും. നമ്മളിവിടെ കാണുന്നത് ഒരു ജിമിനി 4x4 വണ്ടിയാണ്. ഇതിൽ യൂസ് ചെയ്തത് അയൺമാൻ്റെ ഓഫ് റോഡ് അക്സസറീസ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോവാം. ഈ വണ്ടിയിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഓഫ് റോഡിന് പോകുമ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാവുന്ന രീതിയിലുള്ള അക്സസറീസ് ആണ്. അതിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് ബമ്പർ മെറ്റൽ ബമ്പറാണ് യൂസ് ചെയ്തത്. പിന്നെ ഇതിൽ ചെറിയൊരു പെയിൻറ് വർക്കും കാര്യങ്ങളൊക്കെയും ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് റൂഫ് റെയിൽ വെച്ചിട്ട് ഒരു ടെൻറ്റൊക്കെ ഫിക്സ് ചെയ്യണമെങ്കിൽ റൂഫ് റെയിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. പിന്നെ ഇതിൽ ചെയ്തത് ഇതിൻ്റെ സസ്പെൻഷൻ കുറച്ച് മോഡിഫൈ ചെയ്ത് കുറച്ച് ഹൈറ്റൊക്കെ കൂട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് ബമ്പറിൽ ഒരു വിഞ്ചൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. വിഞ്ച് ഫിക്സ് ചെയ്തത് ഇത് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തെന്ന രീതിയിലല്ല, അത് കുറച്ച് അകത്ത് ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ റോപ്പ് മാത്രം പുറത്തേക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് എക്സ്ട്രാ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് ഒരു സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് നമ്മൾ കാണുന്ന വണ്ടി ഷെവർലെറ്റിൻ്റെ ഒരു വണ്ടിയാണ്. ഇത് ഏത് വണ്ടിയാണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളാം. പിന്നെ ഇത് മൊത്തത്തിൽ അവർ മോഡിഫൈ ചെയ്തത് ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ട്രങ്ക് ഡോർ ഓപ്പൺ ചെയ്താൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ചെറിയൊരു വാഷിംഗ് ബേസിൻ, പിന്നെ ഗ്യാസ് സ്റ്റവ്, പിന്നെ ഒരു ചെറിയൊരു ഫ്രിഡ്ജ്. പിന്നെ വണ്ടിയുടെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഒരു ചെറിയൊരു വാഷിംഗ് ബേസിനാണ്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു ബെഡ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ മൊത്തം AC ആണ്. ഇവിടെ കയറുമ്പോൾ തന്നെ ക്യാമ്പിങ്ങിൻ്റെ കുറേ അക്സസറീസ് ഒക്കെയാണ് ഇവിടെ വെച്ചത്. അപ്പോൾ നമുക്ക് ഓരോ ഷോപ്പായിട്ട് നമുക്ക് പോയി നോക്കാം. നമ്മൾ ആദ്യം കയറിയ ഷോപ്പ് എന്ന് വെച്ചാൽ വാക്കി ടോക്കി സെയിൽ ചെയ്യുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ ഡീറ്റെയിലൊക്കെ ചോദിച്ചറിയാം. So they are the registered radio provider of Chinese government. So this one is a TF 515. It will go from 1 to 2 kilometer range, and it has 8 channels with it. And as you can see, there's compared to the other radios, this one has a volume knob. So it's easier for you to adjust the volume. It has other features also like stopwatch and timer. Okay, and it's a lightweight, so even the kids can use it. നമ്മൾ കയറി ചെല്ലുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് ജിംനിയാണ്. ജിംനി അവർ സെറ്റ് ചെയ്ത് വെച്ചത് ഓഫ് റോഡിന് വേണ്ടിയും പിന്നെ അതുപോലെ തന്നെ ഒരു ക്യാമ്പിങ്ങിന് വേണ്ടിയും. ഇതിൽ അവർ ചെയ്തത് റൂഫ് ടെൻ്റൊക്കെ ചെയ്ത് നല്ല വൃത്തിയിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഡ്രസ്സിങ് റൂം പിന്നെ ടോയ്ലറ്റായിട്ടും യൂസ് ചെയ്യാം. അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ അവർ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ലാഡറൊക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ റൂഫ് ടെൻറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ബാക്കിൽ അതുപോലെ തന്നെ ഒരു ചെറിയൊരു ലാഡർ വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ കാണുന്നത് ഓഫ് റോഡ് കിങ്, നമ്മുടെ ജീപ്പ് റാംഗ്ലർ. ഇത് ഹ്യൂജായിട്ട് അവർ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. നല്ല വലിയ ടയറൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ ഒരു ചെറിയൊരു ഫ്രിഡ്ജ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
പിന്നെ ഇതിൻ്റെ ടയറിൻ്റെ സൈസ് തന്നെ കണ്ടാൽ അറിയാം, ഒരു വലിയൊരു ടയറാണ് ഇതിന് കൊടുത്തേണേ. പിന്നെ അതുപോലെ തന്നെ പുറത്തേക്ക് ചെറിയ ചെറിയ പ്ലഗുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റൂഫ് ടെൻറ്റ്, ഈ ടെൻറ്റ് കുറച്ച് വലിയൊരു ടെൻറ്റാണ്. പിന്നെ ഒരു ഷെയ്ഡിന് വേണ്ടിയിട്ട് ഒരു ഷീറ്റൊക്കെ വെച്ചിട്ടുണ്ട്, അത് ടെൻറ്റിൻ്റെ കൂടെ വരുന്നതാണ്. പിന്നെ അവിടെ കണ്ടത് സസ്പെൻഷൻ പാർട്സ് മോഡിഫൈ ചെയ്യാനുള്ള ഒരു ഷോപ്പാണ്. അതിൽ അവർ കൊടുത്തത് ഷോക്ക് അബ്സർവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല നല്ല വലിയ കോയിൽ സ്പ്രിങ്, പിന്നെ അതുപോലെ തന്നെ ചെളിയിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കയറാനുള്ള കുറച്ച് സാധനങ്ങൾ, അങ്ങനെ മൊത്തത്തിൽ ഈ സസ്പെൻഷൻ പാർട്സാണ് അവർ ഇവിടെ സെയിൽ ചെയ്യുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ പോയത് മോഡിഫിക്കേഷനിൽ തന്നെ ടോപ്പ് ബ്രാൻഡായ അയൺമാൻ്റെ ഒരു ഷോപ്പിലേക്കാണ്. ഇതിലൊരു ജീപ്പ് അവർ ഫുൾ മോഡിഫിക്കേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഈ റൂഫ് ടെൻറ്റൊക്കെ വെച്ച്. പിന്നെ ക്യാമ്പിങ്ങിനായിട്ടുള്ള ഫുൾ അസറീസ് അവരുടെ കയ്യിലുണ്ട്. പിന്നെ ഇവിടുത്തെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവരെ നേരിട്ട് വിളിച്ചാൽ മതി. അടുത്തായിട്ട് ഒരു നിസാൻ പാട്രോള് പിക്കപ്പ്, അത് അവർ ഒരു ക്യാമ്പിങ്ങിനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. അതിൻ്റെ റിയർ ക്യാബിൻ മൊത്തം അവർ ഇതുപോലെ തന്നെ ഒരു കിച്ചണിൻ്റെ ഐറ്റംസ്, പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു ടോയ്ലറ്റ്, പിന്നെ അതിൻ്റെ റൂഫ് ടെൻറ്റ്, അങ്ങനെ മൊത്തത്തിൽ അവർ റിയർ ക്യാബിൻ മൊത്തം ക്യാമ്പിങ്ങിനായിട്ട് അവർ മോഡിഫൈ ചെയ്ത് വെച്ചേക്കാണ്. നെക്സ്റ്റ് നമ്മൾ പോയത് ഡുബിൻസൻസിൻ്റെ ഷോപ്പിലേക്കാണ്. ഇതിൽ മെയിനായിട്ട് അവർ ഉദ്ദേശിക്കുന്നത് സസ്പെൻഷൻ പാർട്സ് മോഡിഫിക്കേഷനാണ്. അതായത് കോയിൽ സ്പ്രിങ്, അതുപോലെ തന്നെ ഷോക്ക് അബ്സർവർ, ഇതൊക്കെയാണ് അവർ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ ടെൻറ്റുകൾ ഇവർ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടികളുടെ റൂഫിൽ യൂസ് ചെയ്യാവുന്ന ടെൻറ്റുകൾ, അങ്ങനെ ഫുൾ ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ അക്സസറീസും ഇവിടെയുണ്ട്. ഇവിടെ ഒരു എയർ ഗണ്ണ് സെയിൽ ചെയ്യുന്ന ഒരു ഷോപ്പുണ്ട്. ഇവിടെ നമുക്ക് എയർ ഗണ്ണ് വാങ്ങിക്കാൻ പറ്റില്ല, ഈ UAE നാഷണാലിറ്റി ഉള്ള ആൾക്കാർക്ക് മാത്രമാണ് ഈ എയർ ഗണ്ണ് വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.